ഹലോ, അസ്സാം വലൈക്കും. എംഎച്ച് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും. നമ്മളെ പോത്തുകുട്ടന്മാരിതാ ഇവിടെ നിന്ന് എനിക്ക് നല്ലോണം ഫുഡ് കിട്ടിക്കുന്നു. പച്ചപ്പുല്ല് എനിക്ക് നല്ലോണം കിട്ടിക്കുന്നു. അതാണ് ഇപ്പോൾ തിന്നാണ്. ഇപ്പോൾ അത് ചവിട്ടി ഇതാക്കി തിന്നാണ്. വള്ളിമേലത്തെ ഇല മാത്രമാണ് ഇപ്പോൾ അവർ തിന്നണത്. വള്ളിയൊന്നും അങ്ങനെ തിന്നണില്ല. വലിയ പോത്തുകളാണെങ്കിൽ വള്ളിയൊക്കെ തിന്നും. ഇതിപ്പോൾ 4-5 ദിവസമായിട്ട് ഇപ്പോൾ ഇതിങ്ങനെ കൊണ്ടുവരൽ തുടങ്ങി. അതില്ലാത്ത സമയത്ത് ഒരു വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അത് ഇപ്പോൾ കൊടുന്നപ്പോൾ ഓലക്ക് ഇങ്ങനെ നല്ലതേ വേണ്ടുള്ളൂ, പുല്ലേ പറ്റുള്ളൂ, വള്ളിയൊന്നും പറ്റൂല. അങ്ങനെയൊക്കെയാണ് പോലെ കാര്യങ്ങൾ. ഇവർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വലിയ കുട്ടികൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ 2 ചെറിയ കെട്ട് കിട്ടി. അത് വലിയ കുതികൾക്ക് കുറേശ്ശെ കൊടുത്തു. അതുപോലെ മൂരിക്കുട്ടന് തീരെ കൊടുത്തിട്ടില്ല. ഓന് വൈക്കോലും പിന്നെ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിയും വെള്ളവും പഴയ വറ്റും ഇതൊക്കെ ഓന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഓന് പുല്ലൊന്നും ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉണ്ടാക്കുന്ന പഴയ ചോറും അപ്പവും ചപ്പാത്തിയും ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ ഓനെ കൊടുക്കുക. പോത്തുകൾക്കൊന്നും കൊടുക്കില്ല, അതൊക്കെ ഓൻ തന്നെ കൊടുക്കുക. ഓന് പിന്നെ പുല്ലില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ഓന് ഓരോ പൊടി വൈക്കോലിട്ടിയാൽ മതി. ഇവർ 2 കുട്ടന്മാരിതാ അവിടെ ചെറിയ ഇവലിപ്പോൾ രാവിലെ കുറച്ച് ചോറ് വേസ്റ്റ് റൈസ് വേവിച്ച് കൊടുത്തതാണ്. ഇനിയിപ്പോൾ അവർക്ക് പച്ചവെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഈ പുല്ലാണ്. ഈ പുല്ല് മാത്രമേ പുല്ല് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് വൈക്കോൽ ഇട്ട് കൊടുക്കും. വൈക്കോൽ അങ്ങനെ തിന്നൂല. ഇവർ ചെറിയ കുട്ടികളല്ലേ. വലിയ നല്ലോണം തിന്നുന്നുണ്ട് വൈക്കോൽ. ഇവര് ഇതാണ് ഓർക്ക് നല്ല പുല്ല് കിട്ടണം. പുല്ല് ഇവിടുന്ന് അപ്പോൾ കിട്ടുക. എന്നാലിപ്പോൾ വേറൊരുത്തൻ്റെ പേര് ഒരു തുണക്കാരുണ്ട് ചെറുത്. ഓനാണെങ്കിലാണ് ഓൻ വലിയ പോത്തുകളെ കൂടെ നിൽക്കുള്ളൂ. ഓൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോവുകയാണ്. ഓനെപ്പോൾ ഒന്ന് തോത്തിന്നൊക്കെ ഇങ്ങോട്ട് അയച്ച് കെട്ടിക്കുകയാണ് ഞാൻ. തോത്തിന്ന് അയച്ച് കെട്ടിയിട്ട് തെങ്ങുമ്പലേക്ക് കെട്ടിക്കുകയാണ്. ഓനെ എന്താണ് വലിയ തുലുമ്പെടുക്കുക. മറ്റുള്ളവരായിട്ട് കുത്തുകൂടിയിട്ട് ചെറിയ കുട്ടിയാണെന്നുള്ള വിചാരമൊന്നുമില്ല. അപ്പോൾ വലിയ പോത്തുകളായിട്ട് പോയി കുത്തുവിടുകയാണ്. അപ്പോൾ ഓനെന്നിപ്പോൾ രാത്രി പകലൊക്കെ നല്ല വെയിലല്ലേ. അപ്പോൾ ഉച്ചയായപ്പോൾ വെയിൽ കഴിഞ്ഞപ്പോൾ ഓനെ പുറത്തേക്ക് ഇറക്കി കെട്ടിക്കുകയാണ്. ഓൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്താ ഓനെന്താ ഇവിടെ അടുത്ത് തന്നെ 6 ആളെയും കൂടി ഒരേ സ്ഥലത്ത് കെട്ടാൻ സൗകര്യമല്ല. അപ്പം 2 സ്ഥലത്തായിട്ടാണ്. 3 ആളെ ഒരു സ്ഥലത്തും 3 ആളെ ഒരു സ്ഥലത്തും അങ്ങനെയാണ് ഇപ്പോൾ കെട്ടുന്നത്. ഇപ്പം ഇന്നലെ വേവിച്ച് വെച്ച ചോറുണ്ട്. അത് ഇന്നോന് കുറേ കെണിഞ്ഞു അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുത്തിട്ടില്ല, ഇന്നോന് കൊടുത്തിട്ടില്ല. ഓന് കുറേ അതിന് അടിച്ചു. അത് കണ്ടിട്ട് അത് കൊടുക്കാൻ ഓന് കൊടുത്തിട്ടില്ല. ഓനെ ഈ വലിയ പോത്തുകളായിട്ട് കുത്തുകൂടാണ്. ഇവനുള്ളു കുറച്ച് നല്ല ഉഷാറായിട്ട് നല്ല ഉഷാറുള്ള കുട്ടിയാണ്. ഇവന് ഞാൻ നമ്മളെ 5500 വാങ്ങിയതാണ്. ഇന്ന് ഉഷാറായി, കുട്ടിയായി. 5 മാസമായി വാങ്ങിയിട്ട്. അത് ചന്തയിൽ നിന്ന് ചെറിയൊരു ആടുംകുട്ടിയുടെ അത്രയുള്ളതിന് തൂക്കിയും കൊണ്ട് പോകുന്നതാണ്. ഇവിടെ വലുതായി. ഇതാ നമ്മളെ വലിയ കുട്ടന്മാർ. ഇവരാണ് കഴുത്ത് എന്തോ ശല്യം ഉണ്ടാക്കലെന്നറിയോ. കഴുത്തിൽ പോലെ കഴുത്തിലെ പോലെ കയറ് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കെട്ടിയാലും ബുദ്ധിയില്ല. കെട്ട് ലൂസൊക്കെ കാല് കടിക്കണുണ്ടോ. കൊമ്പിൻ്റെ അടിയിലിട്ടിട്ടാണ് കാല് കണിച്ചിരിക്കുന്നത്. ഞാൻ കാല് ഓനെന്നെ കിട്ടൂല, എനിക്കും കിട്ടൂല. അവിടെ ഇടുക്കണ കാല് അതൊക്കെ പോലെ ദേഷ്യമാണ്. വിടായിട്ടേ ഞാൻ ഇപ്പോൾ പുറത്തൊക്കെ തന്നെ കെട്ടയച്ചിട്ട് തന്നെ 2-3 മാസമായി. ഇവരെ ഓർക്ക് ഇടക്കിടക്കൊന്ന് പുറത്തു കൂടി കറങ്ങണം. നമ്മളെ മാതിരി തന്നെ നമുക്ക് ഇടയ്ക്ക് ഓരോന്ന് കറങ്ങണമല്ലോ. മാതിരിയുണ്ടോ അവർ. ഇവർക്ക് എപ്പോഴെങ്കിലും ഒന്ന് പുറത്തു കൂടി കറങ്ങണം. അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവർ ഈ കുത്തി പൊളിച്ച് ഇതൊക്കെ കുത്തി കേടിയിരുത്താണ്. ഞാൻ ഇപ്പോൾ സൗകര്യം ചെയ്ത് കൊടുത്തപ്പോൾ വിട്ടാണ്ടാവും. ഓലുണ്ടാവും. ഇപ്പോൾ ഇതിലൊരു മണ്ടൽ. പിന്നെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല. പിടിച്ചാൽ കിട്ടും ഒരു കുത്ത് മണ്ടും. ഇവിടെ ഒരു സ്ഥലം കുണ്ടും കുയ്യും ഒക്കെ ഉള്ള സ്ഥലമാണ്. റബ്ബറിൻ്റെ ഫ്ലാറ്റല്ലേ. ഒരാൾക്ക് കുണ്ടക്കയിലൊക്കെ പോയി ചത്താ പോലെ അന്ന് അറുക്കാൻ കൊണ്ടുകൊണ്ടി വരും. അതിലേക്ക് പോയി ചാടിയാൽ മാറണ മണ്ടു. ഇതിന്നുണ്ട് വിട്ട സന്തോഷം കൊണ്ടാക്കിട്ട് ഓടിയൊക്കെയാണ്. കാളുട്ടാട്ടത്തിൽ ഓടി ഓനോടിയില്ല. കാളുട്ടാട്ടത്തിലല്ലേ പോലക്ക് അങ്ങനെ നിന്ന് പോകായിരുന്നു. നല്ലോണം ഓടിക്കുകയാണെങ്കിൽ
കുറേ കാലം ജീവിക്കായിരുന്നു. പിന്നെ ഓനോടിയില്ല, ഇവനോടൊക്കെ ചെയ്തു. പിന്നെ ഇവനായിട്ട് മാത്രം ഇനിയിപ്പോൾ അത് എന്താ കാളൂട്ടിന് കൊണ്ടുപോടുന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനതിന് തന്നില്ല. അപ്പോഴൊക്കെ ഒരു കാലിന് സുഖമില്ലാതെ ആവുകയും ചെയ്തു. ഓനെ ലേശം മടി കാണിച്ചു. ഓർക്ക് ഭാഗ്യമല്ല, ഭാഗ്യം ഉണ്ടെങ്കിൽ ഓർക്ക് കുറേ കാലം ജീവിക്കാൻ കാളൂട്ടിന് ഓടിയാൽ. ഓനും ഓടിയില്ല ഇവന്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ ഇപ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കൽ രാവിലെയാണ് നമ്മൾ ഫുഡ് കൊടുക്കൽ. രാവിലെ വീഡിയോ ഇവിടെ വെയിലാണ്, വീഡിയോ എടുക്കാൻ വലിയ സൗകര്യമില്ല. അതാണ് ഇപ്പോൾ ഈ രാവിലെ ഫുഡ് കൊടുക്കുന്ന വീഡിയോ ഇപ്പോൾ നമ്മൾ എടുക്കാത്തത്. വേവിക്കൽ വൈകുന്നേരം ഇതാ ഇന്നലത്തിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇത്. ഇനിയിപ്പോൾ നാളെ കൊടുക്കണം. വേവിക്കാൻ ഇന്നലെ വൈകുന്നേരം വേവിച്ചതാണ്. ഇനിയിപ്പോൾ ഇന്ന് വേവിക്കണില്ല, നാളെ ഇത് കൊടുക്കും. അതിൻ്റെ പരിപാടി. കുറച്ച് കൊടുത്തിട്ട് നോക്കട്ടെ. കൂടുതൽ കൊടുത്താലേ നമുക്ക് അത്ര ഇത് മുതലാവില്ല. അപ്പോൾ കുറേശ്ശെ കൊടുക്കുക. അതിന് നന്നാവും. ഈ പുല്ല്, പച്ചപ്പുല്ല് എവിടത്തേലൊക്കെ കുറേശ്ശെ സംഘടിപ്പിച്ച് കൊടുക്കുക, അതിൻ്റെ പരിപാടി. അപ്പം എന്നാൽ നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും MH വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്, ലൈക്ക് ചെയ്യുമെന്ന്, സപ്പോർട്ട് ചെയ്യണം സുഹൃത്തുക്കൾ. അസ്സലാമു അലൈക്കും.